ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അങ്ങേയറ്റം സ്മാർട്ടായി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അതും എക്സാമിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ. നോക്കൂ, ഇംഗ്ലീഷ് എക്സാമിന് ഒരു ദിവസമാണ് ബാക്കി. എങ്ങനെയാണ് നമ്മൾ ആ എക്സാമിനെ കൃത്യമായി ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണപരീക്ഷയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് 7, 6, 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നാണ്. ഉറപ്പായും ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. നോക്കൂ, 7 മാർക്കിന് നമുക്ക് 2 ചോദ്യങ്ങളാണ് എക്സാം പേപ്പറിൽ ഉണ്ടാവുക. അതിൽ ഒരു ചോദ്യം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നറേഷൻ, റൈറ്റപ്പ് അല്ലെങ്കിൽ റിവ്യൂ, ഈ 3 ചോദ്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും 2 ചോദ്യം നിങ്ങൾക്ക് തരും. അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാം. ഇനി 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. 6 മാർക്കിന് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം, ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ചോദിക്കാം, ദെൻ പാരഗ്രാഫ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പ്രൊഫൈൽ ചോദിക്കാം, അല്ലെങ്കിൽ കോൺവെർസേഷൻ ചോദിക്കാം. ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് 6 മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആലോചിക്കുക, 6 മാർക്കിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 3 എണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ 5 മാർക്കിന് ചോദിക്കുന്നത് ഡയറിയാണ്, നോട്ടീസാണ്, മറ്റൊന്ന് ഒരു ക്വസ്റ്റ്യനർ പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ലെറ്ററോ ആണ്. സോ ഈ 3 ചോദ്യങ്ങളിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇനി ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ 7 മാർക്കിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്? നോക്കൂ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൽ നമ്മൾ 7 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ചാപ്റ്ററിന്റെ മുഴുവൻ നറേഷനാണ്. അതായത് ദ ബോയ് നേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെ ഹൗസിൽ നിന്ന് അയാൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായി പഠിച്ചു പോകണം. ഇനി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ ഫൈറ്റ് സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫൈറ്റ് സീൻ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു തന്നെ പോകണം. 2ാമത്തെ ചാപ്റ്റർ സ്നേക്ക് ആൻഡ് ദ മിറർ ആണ്. അതിലും ഈ നറേഷൻ, ആ ചാപ്റ്റർ മുഴുവൻ ഉൾക്കൊള്ളുന്ന നറേഷൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നറേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന, റൈറ്റപ്പ് എക്സ്പെക്ട് ചെയ്യുന്ന 7 മാർക്കിൻ്റെ ചോദ്യം വരുന്ന മറ്റൊരു ചാപ്റ്റർ പ്രൊജക്ട് ടൈഗർ ആണ്. പ്രൊജക്ട് ടൈഗർ 7 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വരുന്നത് ഷൂട്ടിംഗ് സീനുമായി ബന്ധപ്പെട്ടതാണ്. നോർത്തൻ ഗ്രാമിലെയും ബൊറാലിലെയും ഷൂട്ടിംഗ് സീൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഉറപ്പായിട്ടും അത് പഠിച്ചു വെച്ചാൽ അതുമായി കണക്ട് ചെയ്തപ്പെട്ട അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒരു റിവ്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറേ കാലമായിട്ട് ചോദിച്ചിട്ടില്ല, എന്നാലും മൈ സിസ്റ്റർ ഷൂസിൻ്റെ ഒരു റിവ്യൂ ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇനി 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഈ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എടുക്കുന്നു. അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ പ്രധാനപ്പെട്ട 3 ഇൻസിഡൻസ് ആണുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെയാണ്? ദ ബോയ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ ആൻഡ് ദ ബനിയൻ ട്രീ, ദ ഫിയേഴ്സ് ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ്. ഈ 3 ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ഡയറി അല്ലെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ കോൺവെർസേഷൻ, ഏറ്റവും സാധ്യത ഡയറിക്കോ ലെറ്ററിനോ ആണ്. സോ ഈ 3 ഇൻസിഡൻസും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറി അല്ലെങ്കിൽ ലെറ്റർ ചോദിക്കാം. ഇനി അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ്, ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. ദെൻ ദ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. എന്നാലും ബോയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ 6 മാർക്കിനാണ് ആ ചോദ്യം. എന്തൊക്കെ എഴുതും എന്ന് നിങ്ങളുടെ കയ്യിലൊരു പദ്ധതി, പ്ലാൻ ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ സ്നേക്ക് ആൻഡ് ദ മിററിലേക്ക് പോവാണ്. ദ സ്നേക്ക് ആൻഡ് ദ മിററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, നറേഷൻ പഠിച്ചു വെക്കണം. എന്നാൽ അതിൽ ഒരു റൈറ്റപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഹ്യൂമർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കതൊക്കെ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ വരുന്നു ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. 6 മാർക്കിനുള്ള ഒരു ചോദ്യമാണ്, പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കാൻ നോക്കി പോകാൻ മറന്നു പോരുത്. അടുത്തത് നമുക്കറിയാം, സ്നേക്ക് ആൻഡ് ദ മിററിൽ ഇൻസിഡൻറ്റ് ഒറ്റ ഇൻസിഡൻറ്റേ ഉള്ളൂ. ആ ഇൻസിഡൻറ്റിനെ കുറിച്ച്, ദ എൻകൗണ്ടർ ബിറ്റ്വീൻ ദ ഹോമിയോപ്പത്ത് ആൻഡ് ദി കോബ്ര, ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു ലെറ്ററോ ഹോമിയോപ്പതിൻ്റെ ഡയറിയോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ ചോദിക്കാം. ദെൻ അവിടെ ഒരു കോൺവെർസേഷന് കൂടെ സാധ്യതയുണ്ട് ഈ ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായി നിങ്ങൾ വർക്ക് ചെയ്ത് പോകണം. റൈറ്റ്? ഇനി നമ്മൾ പ്രൊജക്ട് ടൈഗറിലേക്ക് വരികയാണ്. പ്രൊജക്ട് ടൈഗറിൽ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഷൂട്ടിംഗ് സീനാണ്. നോർത്തൻ ഗ്രാമിലെയും ബൊറാലിലും നടന്ന ഇൻസിഡൻസിനെ കുറിച്ച് നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഡയറി, ലെറ്റർ എന്തും ചോദിക്കാം. സോ ആ ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 6 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, നിങ്ങൾ പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പ്രൊജക്ട് ടൈഗറിൽ. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ്? യെസ്, നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. സോ എങ്ങനെയാണ് ഹോളിവുഡിൽ ആനിമൽ ആക്ടേഴ്സിനെ
എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് 6 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി സത്യജിത് റായിയോടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട്, സത്യജിത് റായിയുള്ള കോൺവെർസേഷന് സാധ്യതയുണ്ട്. ദെൻ സത്യജിത് റായി തൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് തൻ്റെ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ, എഴുതുന്ന ഡയറി, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഇനി അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട്. സത്യജിത് റായിയുടെ ക്യാരക്ടർ സ്കെച്ച് പ്രൊജക്റ്റ് ആകുന്ന ചോദിക്കില്ല. ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ആകുന്ന വരാൻ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ച് അത് മിസ്റ്റർ തൊറാത്തിൻ്റെതാണ്. സോ അതും നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം. സോ ഇനി അതിനുശേഷം നമുക്ക് 2 ചാപ്റ്റേഴ്സ് കൂടിയാണുള്ളത്, 3 ചാപ്റ്റേഴ്സ് കൂടിയാണുള്ളത്. മൈ സിസ്റ്റർ ഷൂസ്. മൈ സിസ്റ്റർ ഷൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു റിവ്യൂ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിച്ചു പോകണം. അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ സൈലം SSLC ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട. ദെൻ അലി അല്ലെങ്കിൽ സെഹ്റയുടെ ക്യാരക്ടർ സ്കെച്ച്, ദെൻ അലിയും സെഹ്റയും തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഡയറി. ഇതാണ് അതിലേറ്റവും എന്താ പറയുക പൊട്ടൻഷ്യലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 പോയിന്റ്സ് ആണ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങും ബ്ലോയിങ് ഇൻ ദ വിൻഡും. റൈറ്റ്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ നിന്ന് നമുക്ക് അപ്രിസിയേഷൻ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ എക്സ്പെക്ട് ചെയ്യാം. ബ്ലോയിങ് ഇൻ ദ വിൻഡ് നിന്നും സെയിം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒന്നിൽ നിന്ന് അപ്രിസിയേഷൻ വന്നാൽ ഒന്നിൽ നിന്ന് വരും, കോംപ്രിഹെൻഷൻ വരും. എന്നാൽ കഴിഞ്ഞ വർഷം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ നിന്ന് അപ്രിസിയേഷനും കോംപ്രിഹെൻഷനും ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്, ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് ചോദ്യം വന്നിട്ടില്ല. അതുകൊണ്ട് അതുകൂടെ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. എന്നാലും ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കുക, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് കൊടുക്കുക. സോ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം, അതായത് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും JD സാറും ലൈവിൽ വരുന്നുണ്ട്. ലൈവിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ദിസ് ഇസ് നാസിർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചിസ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവ്രിബഡി.